ദേ ഈ രണ്ട് മനോഹരമായ കണ്ണുകൾ വെച്ചിട്ടും എനിക്കിതുവരെ പ്രോപ്പറായിട്ട് ബാറ്റ്സ്മാൻ ആവാൻ മാറാൻ പറ്റിയിട്ടില്ല. അതായത് എനിക്ക് നന്നായിട്ട് ബാറ്റിംഗ് ടൈമിംഗ് ഒന്നും കിട്ടാറില്ല. ഇന്നലെ ഞാൻ കാഴ്ചയില്ലാത്തവരുടെ ക്രിക്കറ്റ് ലോകം നിങ്ങളെ കാണിച്ചു തന്നു. നിങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്തു, ഭയങ്കര സന്തോഷം. അവരത് കണ്ടില്ലെങ്കിലും അവർ പലരുടെ നാവിൽ നിന്നത് കേട്ട് അവർക്ക് സന്തോഷമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് ഞാനൊരു ക്യാപ്റ്റനെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഒരു ക്യാപ്റ്റൻ എത്രത്തോളം കൈൻഡ് ആവണം, എത്രത്തോളം ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കും അധികം അറിയാത്ത ക്യാപ്റ്റനാണ്, നമ്മുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. വീഡിയോയിലേക്ക് പോകാം. ക്യാപ്റ്റനെ കാണാൻ ഓടിയെത്തിയ ഞാൻ കണ്ടത് ഗ്ലൗ കിടന്ന് തപ്പുവാണ്. പക്ഷെ ഗ്ലൗ കൈ തന്നെ ഉണ്ട് കേട്ടോ. ആൾക്ക് കാഴ്ച തീരെയില്ലല്ലോ. നിർണായക സമയത്ത് ഒരു വിക്കറ്റ് പോയി. സിംഗിൾസ് മാത്രം മതിയായിരുന്നു, പക്ഷേ ബാറ്റ്സ്മാൻ അടിച്ച് ഔട്ടായി. ഇനി നമ്മുടെ ക്യാപ്റ്റൻ ബാറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റമ്പ് തൊട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കി ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഒരു സ്വീപ്പ് ഷോട്ട്. എത്ര മനോഹരമായ ഷോട്ടാണ്. പക്ഷേ രണ്ടാമത്തെ റണ്ണിനോടിയ തൻ്റെ കൂടെയുള്ള കുറച്ച് കാഴ്ചയുള്ള B3 കാറ്റഗറിയിലുള്ള ആൾ തന്നെ റണ്ണൗട്ടാക്കി. എന്നിട്ടും ആൾക്ക് തിരിച്ച് നടക്കാൻ ആളുടെ സഹായം വേണം. എന്നാൽ ടൈം ഔട്ട് ആവും അടുത്ത ബാറ്റ്സ്മാൻ എന്നുള്ളത് കൊണ്ട് ഓടി എത്തിയത് കണ്ടോ. എനിക്ക് ആളുടെ അകക്കണ്ണിൽ ആളുടെ ടെൻഷൻ കാണാം, എനിക്ക് മനസ്സിലാവും. ആള് തെന്നിപ്പോയത് കൊണ്ടാണ് റണ്ണൗട്ട് ആയത്. ദാറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത്. തെന്നിപ്പോയത് എങ്ങനെ കാണാൻ ആള്. എന്റെ പേര് ചാർലി, മല്ലു ക്രിക്കറ്റർ എന്ന് പറഞ്ഞ ചാനലുണ്ട് കേട്ടോ. കേരള ടീമിന്റെ ക്യാപ്റ്റൻ ഒക്കെയാണോ? അടിപൊളിയായിട്ട് കളിച്ചു. അനന്തുവിനെ പോലുള്ള നല്ല ക്യാപ്റ്റന്മാർ നല്ല കളിക്കുന്നുണ്ടാവട്ടെ അല്ലെ.